ഹലോ ഗൈസ്, വെൽക്കം ടു SSC മലയാളി യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ജിനു. ഇപ്പോൾ SSC മലയാളി നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പോസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പോസ്റ്റാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ. അപ്പോൾ SSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു കുട്ടിക്കും അറിയാം, അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നൊരു പോസ്റ്റാണ് എന്ത്? ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ. നമ്മൾ ടി വിയിലൊക്കെ കാണാറില്ലേ, ഇപ്പോൾ ഡോറിൽ വന്നിട്ടൊരു ടീം വന്നിങ്ങനെ ടിക് ടിക് നടിച്ചിട്ട് ഒരു ഐഡൻറ്റി കാർഡ് എടുത്തിട്ട് കാണിച്ചിട്ട് വി ആർ ഫ്രം ഇൻകം ടാക്സ് എന്ന് പറയില്ലേ. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, പക്ഷെ എന്താ ചെയ്യുക, നമ്മുടെ കേരളത്തിലെ പല ഓഫീസുകളിലും ഹിന്ദിക്കാരാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഇരിക്കുന്നത്. മലയാളികൾ വളരെ കുറവാണ്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നമ്മൾക്ക് എന്തറിയില്ല, ഈ പോസ്റ്റിനെ കുറിച്ച് അറിയില്ല. എന്താണ് എക്സാം, എങ്ങനെയാണ് ക്രാക്ക് ചെയ്യേണ്ടത്, പിന്നെ എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്, പോസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽസ്. അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കണ്ടൻറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള എക്സാമും കാര്യങ്ങളാണ്. എക്സാം എലിജിബിലിറ്റി, ഏജ് ലിമിറ്റ്, എക്സാം പാറ്റേൺ, കട്ട് ഓഫ്, വേക്കൻസി ഒക്കെ. പിന്നെ നമ്മൾ പറയുന്നത് ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിൻ്റെ ജോബ് പ്രൊഫൈലാണ്. അത് ട്രെയിനിങ്, ജോബ് നാച്ചർ, സാലറി വിത്ത് സാലറി സ്ലിപ്പ്, അലവൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്, വർക്കിംഗ് അവേഴ്സ്, ലീവ്, ട്രാൻസ്ഫർ പോളിസി, പ്രൊമോഷൻ, പ്രോസ് ആൻഡ് കോൺസ്. അപ്പോൾ SSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും എന്ത് ചെയ്യരുത്, ഈ ഫസ്റ്റ് പാർട്ട് സ്കിപ്പ് ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ലേറ്റസ്റ്റായിട്ട് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് എക്സാമിൻ്റെ കുറച്ച് കാര്യങ്ങളിൽ, അധികമില്ല. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എക്സാം ഡീറ്റെയിൽസ്. ഇപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ കമ്മീഷനാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതൊരു UPSC പോലത്തെ ഒരു കമ്മീഷനാണ്. അതിലെ CGL, അതായത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമാണ്. അതിലൂടെ നമ്മൾ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആവുന്നത്. അപ്പോൾ SSC ഒരു 10-12 എക്സാം എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊരു എക്സാമാണ് CGL, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ. അപ്പോൾ ഇതാണ് SSCൻ്റെ വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് വെച്ച് നമുക്ക് ഇങ്ങനെ അതിൽ നോട്ടീസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ പോയി വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിന് നോട്ടിഫിക്കേഷൻ വന്നു വെച്ചാൽ കാണാൻ പറ്റും. ഇപ്പോൾ 2020 CGL നോട്ടിഫിക്കേഷൻ വന്നത് ഡിസംബർ 29 വന്നത്. കാരണം കൊറോണ ഒക്കെ കാരണം കുറച്ച് ഡിലേ ആയി. അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് ജൂൺ ആ സമയത്ത് വരുമായിരുന്നു, കുറച്ച് ഡിലേ ആയിട്ടാണ് വന്നത്. ഓക്കെ, ഇത് നോട്ടീസിൻ്റെ ഒരു ഫോട്ടോ ആണ്. പിന്നെ ഫീസിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ജനറൽ OBC മെയിൽ കാൻഡിഡേറ്റിന് മാത്രമാണ് 100 രൂപ ഫീസുള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്താണ് SC ST PWD പിന്നെ ഫീമെയിൽ, ഇവർക്ക് ഫീസില്ല, ഫ്രീ ആണ്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ നമ്മുടെ കേരള PSCക്ക് അപ്ലൈ ചെയ്യുന്ന പോലെ ഇതിലും 1 ടൈം രജിസ്ട്രേഷനാണ്. രജിസ്ട്രേഷൻ ചെയ്തിട്ട് എക്സാം വരുമ്പോൾ കുറച്ച് ഡീറ്റെയിൽസും കൊടുത്ത് അപ്ലൈ ചെയ്യാം. സിമ്പിളാണ് കാര്യം. പിന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ജസ്റ്റ് ഒരു ഡിഗ്രി മതി. അതിപ്പോൾ BTech ആവാം, BCom ആവാം, BSc ആവാം, എന്തും ആവാം. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു കോമൺ ഡൗട്ടാണ് ഫൈനൽ ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എന്തായാലും ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ചില എക്സാംസിനൊന്നും പറ്റില്ല, മറ്റേ ബാങ്ക് അങ്ങനത്തെ ചിലതെല്ലാം പറ്റില്ല. ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇപ്പോൾ 2020 CGL ലേറ്റസ്റ്റായി ഇറങ്ങിയ 2020 CGL നോക്കുകയാണെന്ന് വെച്ചാൽ അതിലൊരു പർട്ടിക്കുലർ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റിൻ്റെ മുമ്പ് എന്തായിരിക്കണം, നമ്മൾ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കണം. ഐ മീൻ ഇതാണ് അതിൻ്റെ ഡേറ്റ് 1/1/2021. അപ്പോൾ 21-ൻ്റെ ഉള്ളിൽ നമുക്ക് എന്തായിരിക്കണം, ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാവണമെന്നല്ല, എന്താ പറയുക, ആ ഡേറ്റിന് മുമ്പ് ഉള്ള ഡേറ്റ് ആയിരിക്കണം ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാവേണ്ടത്. അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് SSC CGL എന്ന എക്സാം അല്ലാതെ പിന്നെ നമുക്ക് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആവാം. അതിൻ്റെ ബാക്കി 2 മെത്തേഡാണ്. CGL എക്സാമിൽ തന്നെ ഒരു പോസ്റ്റ് ഉണ്ട്, ടാക്സ് അസിസ്റ്റൻ്റ്. അതും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടുള്ള എന്താ പറയുക പോസ്റ്റ് തന്നെയാണ്. അത് 2 പ്രൊമോഷൻ കഴിഞ്ഞ വെച്ചാൽ ഫസ്റ്റ് പ്രൊമോഷൻ സീനിയർ ടാക്സ് അസിസ്റ്റൻ്റ്, പിന്നെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ. അതും ഏകദേശം ഒരു 8-10 വർഷത്തിനുള്ളിലാവും. അല്ല വെച്ചാൽ MTS എക്സാം ഉണ്ട്, അതും SSC കണ്ടക്ട് ചെയ്യുന്നത്. അതോടെ MTS ആയി കയറാം. പിന്നെ
3 പ്രൊമോഷൻ, അതായത് ടാക്സ് അസിസ്റ്റൻറ്റ്, സീനിയർ ടാക്സ് അസിസ്റ്റൻറ്റ്, പിന്നെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ. ഓക്കെ. പിന്നെ ഏജ് ലിമിറ്റ്. ജനറൽ കാൻഡിഡേറ്റിന് 30 വയസ്സാണ്. അതും നോട്ടിഫിക്കേഷനിൽ ഡേറ്റ് ഉണ്ടാവും. 2020 CGLൻ്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് പോലെ ഒരു ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റിൻ്റെ മുമ്പ് എന്താ വരുത്, 30 വയസ്സ് എക്സീഡ് ചെയ്യരുത്. ഡേറ്റിന് ശേഷമാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എല്ലാ കാറ്റഗറി പോലെയും OBC, SC, ST, PWD അതിനൊക്കെ അതിൻ്റേതായ റിസർവേഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കുക, അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. OBCക്ക് 3 വർഷം, SC, STക്ക് 5 വർഷം, PWD 10 വർഷം. ഓക്കെ. എക്സാം പാറ്റേൺ. ഇനി അറിയേണ്ടത് പാറ്റേൺ ആണ്. ടയർ 1 ഫസ്റ്റ് സ്റ്റേജിലുള്ള എക്സാമിൽ നമുക്ക് വരുന്ന സബ്ജക്റ്റ് ഏതൊക്കെ നോക്കി വെച്ചാൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, QA ഉണ്ട്, മാത്സ് ആണത്, പിന്നെ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ 25 ക്വസ്റ്റ്യനാണുള്ളത്. ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ചിട്ട് മൊത്തം 200 മാർക്ക്, 1 മണിക്കൂറിൻ്റെ എക്സാമാണ്. ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. ഇതിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ ഉള്ള സിസ്റ്റം തന്നെ ആയിരിക്കും ഞങ്ങൾക്ക് അവിടെയൊക്കെ ഉണ്ടാവുക. ഏകദേശം ഇതേപോലത്തെ ഒരു മോഡൽ തന്നെ ആയിരിക്കും. ഇതിപ്പോൾ 2016 മുതലാണ് ഈ ഓൺലൈൻ സിസ്റ്റത്തിലൂടെ എക്സാം നടക്കുന്നത്. അതുവരെ എന്താ പറയുക, ക്ലാസ് റൂമിൽ വെച്ചിട്ടായിരുന്നു എക്സാം. നമ്മുടെ OMR പോലെയുള്ള എക്സാം ആയിരുന്നു. ഓക്കെ. പിന്നെ ഇതിൽ പറയേണ്ട കാര്യം എന്താണ്, സെക്ഷണൽ കട്ട് ഓഫ് ഇല്ല ബാങ്ക് പോലെ. പിന്നെ TCS ആണ് ഇപ്പോൾ ഒരു 2 കൊല്ലമായിട്ട് SSCൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം ടയർ 2. ടയർ 2 ഉള്ളത്, അതായത് നമ്മൾ ടയർ 1 എക്സാം കഴിഞ്ഞു, നമുക്കൊരു കട്ട് ഓഫ് ഇടും. കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ടയർ 2 എക്സാം എഴുതാം. അതിൻ്റെ പാറ്റേൺ ആണ്. QA ഉണ്ട്, 100 ക്വസ്റ്റ്യനാണ്, 200 മാർക്കാണ്. അത് ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കാണ്, 2 മണിക്കൂർ. അത് രാവിലെ ആയിരിക്കും. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോമ്പറ്റീഷൻ ഉണ്ട്, 200 ക്വസ്റ്റ്യനാണ്, 200 മാർക്ക്. അത് 2 മണിക്കൂർ. മൊത്തം 400 മാർക്കിൻ്റെയാണ് ടയർ 2 എക്സാം. ഓക്കെ. അതും കമ്പ്യൂട്ടർ ബേസ്ഡ് തന്നെയാണ്, TCS ആണ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ ടയർ 3. അപ്പോൾ ടയർ 1ഉം ടയർ 2ൻ്റെയും കമ്പൈൻഡ് സ്കോർ എടുത്തിട്ട് ഒരു കട്ട് ഓഫ് ഇടും. അത് ക്ലിയർ ചെയ്തവർക്ക് എന്ത് ചെയ്യാം, ടയർ 3 ചെയ്ത്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നൊരു മോഡിഫിക്കേഷനിൽ ടയർ 3യും ടയർ 2ഉം ഒരുമിച്ചാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ടയർ 2 കഴിഞ്ഞ് ഒരാഴ്ചയോടെ ടയർ 3 കണ്ടക്ട് ചെയ്യും. പക്ഷേ എന്താണ്, ടയർ 2 വരെ നല്ല സ്കോറുള്ളവരുടെ മാത്രമാണ് ടയർ 3ൻ്റെ എക്സാം പേപ്പർ അവർ ചെക്ക് ചെയ്യുള്ളൂ. കണ്ടക്ട് ചെയ്യും. മീൻസ് ടയർ 1 ക്ലിയർ ചെയ്ത് എല്ലാവർക്കും ടയർ 3 എഴുതാം. പക്ഷേ ടയർ 2 കഴിഞ്ഞിട്ട് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നതിൻ്റെ മാത്രം പേപ്പർ അത് നോക്കുള്ളൂ. ടയർ 3 ചെക്ക് ചെയ്യുന്നവർ നോക്കുള്ളൂ. ഓക്കെ. അപ്പോൾ അതിൻ്റെ പാറ്റേൺ ഇതാണ്, പെൻ ആൻഡ് പേപ്പർ മോഡാണ്. അതായത് ഇപ്പോൾ കൊറോണയ്ക്ക് വരുന്നതിന് മുമ്പ് ഇത് നടക്കുന്നത് ട്രിവാൻഡ്രത്തായിരുന്നു. ഡിസ്ക്രിപ്റ്റീവ് എക്സാമാണ്. ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം ഇപ്പോൾ എക്സാം സെൻറ്റേഴ്സ് ട്രിവാൻഡ്രത്ത്, എറണാകുളത്ത്, പിന്നെ കോഴിക്കോടൊക്കെ ഉണ്ട്. അതിൽ ഉള്ളത് ഇപ്പോൾ 100 മാർക്കാണ്, 1 മണിക്കൂറാണ് എക്സാം. 100 മാർക്കിൽ 2 സെക്ഷൻ ആയിരിക്കും. 2 സെക്ഷനിൽ എന്ത് വേണമെങ്കിൽ വരാം. അതായത് 4 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് എസ്സേ, പ്രിസി, ലെറ്റർ, അപ്ലിക്കേഷൻ. ഇപ്പോൾ നോർമലി വരാറുള്ളത് ഒരു എസ്സേയും ലെറ്ററുമാണ്. കഴിഞ്ഞ എക്സാമിന് മാത്രം ലെറ്ററിന് പകരം പ്രിസി ചോദിച്ചു. ഇപ്പോൾ ഏകദേശം ഈ ഫോട്ടോ കാണുന്ന പോലെ തന്നെ ആയിരിക്കും എക്സാമൊക്കെ. ഓക്കെ. അപ്പോൾ ഈ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഞാൻ പറഞ്ഞ ഇതാണ്. മിനിമം ക്വാളിഫയിങ് മാർക്ക് ഫോർ ടയർ 1. പിന്നെ ഈച്ച് പേപ്പർ ഓഫ് ടയർ 2 ആൻഡ് ടയർ 3. UR 30%, OBCക്ക് 25%, അതേഴ്സിന് 20%. അതായത് മുമ്പ് ഇതെന്തായിരുന്നു, URന് എല്ലാത്തിനും ഇല്ല, ടയർ 3ക്ക് UR 40% ആയിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് 30%. OBC EWSന് 33% മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ 25% ഉള്ളൂ. ഓക്കെ. അപ്പോൾ അതിന് ശേഷം ടയർ 3 ക്ലിയർ ചെയ്തവർക്ക് ടയർ 4 ഉണ്ട്. ടയർ 4 എന്ന് വെച്ചാൽ CPT ആൻഡ് ടെസ്റ്റാണ്. CPT പറഞ്ഞാൽ കമ്പ്യൂട്ടർ പ്രൊഫഷ്യൻസി ടെസ്റ്റ്, ഡാറ്റ എൻട്രി സ്കിൽ ടെസ്റ്റ്. ഇത് രണ്ടും എന്താണ്, ഇൻസ്പെക്ടറിന് അപ്ലിക്കബിൾ അല്ല. നമ്മൾ ടയർ 4 അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ഇൻസ്പെക്ടർ പോസ്റ്റോട്ട് കൺസിഡർ ചെയ്യും. ഇത് വേറെ ചില പോസ്റ്റോട്ടാണ്. ആ പോസ്റ്റിൻ്റെ സീരീസ് SSC മലയാളി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് വേറെ നല്ല ടൈപ്പിംഗ് ടെസ്റ്റും പിന്നെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ, Excel അങ്ങനത്തെ ടെസ്റ്റൊക്കെയാണ് ഇത് CPTയിലും ടെസ്റ്റിലും വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ടയർ 1ൻ്റെ 200 മാർക്ക്, ടയർ 2ൻ്റെ 400 മാർക്ക്, ടയർ 3ൻ്റെ 100 മാർക്ക്,
എല്ലാം കൂടി 700 മാർക്കിലാണ് നമ്മുടെ ഫൈനൽ സ്കോർ വരിക. ഇത് 3 കമ്പൈൻ ചെയ്തിട്ട് ഇതിൽ നമുക്ക് എത്ര മാർക്കുണ്ട് എന്ന ബേസിസിലാണ് നമുക്ക് എന്ത് കിട്ടുക, ഓരോ പോസ്റ്റും കിട്ടുക. ഇത് നോർമലൈസ്ഡ് സ്കോറാണ്. ഇപ്പോൾ 2018 മുതൽ എല്ലാത്തിനും നോർമലൈസ്ഡ് സ്കോറാണ് നമ്മൾ ആഡ് ചെയ്യുക. കാരണം പല ഷിഫ്റ്റിലെ നടത്തുന്നത് കൊണ്ട് വേരിയേഷൻ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നോർമലൈസ് ചെയ്തിട്ട് ഉള്ളൊരു സ്കോറായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ എക്സാം പാറ്റേൺ ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് എന്താണ് ടയർ 4ൻ്റെയും കൂടി റിസൾട്ട് വന്ന് നമുക്ക് എന്താണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ വിളിക്കും. അപ്പോൾ അതിൽ നമുക്ക് പറയുകയാണെന്ന് വെച്ചാൽ 80% ആൾക്കാരും ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന SSC മലയാളം ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാവാമല്ലോ. ഇപ്പോൾ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നോർമൽ വെരിഫിക്കേഷനേ ആയിരിക്കും. അതിൽ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് നമ്മുടെ എന്താ പറയുക ആ ഒരു അഡ്മിറ്റ് കാർഡിലുണ്ടാവും, അല്ലച്ചാൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അതൊക്കെ റെഡിയാക്കിയിട്ട് പോവുക. നോർമൽ വെരിഫിക്കേഷൻ തന്നെ ആയിരിക്കും. വേണ്ട സർട്ടിഫിക്കറ്റ് എല്ലാം കറക്റ്റായാൽ മതി. പിന്നെ കട്ട് ഓഫ് കൊടുത്തിട്ടുണ്ട് 2016, 17, 18. എല്ലാ ഇയറും കുറച്ച് കൂടി വരുന്നുണ്ട് കട്ട് ഓഫ് കൂടാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഈ കോമ്പറ്റീഷൻ്റെ ആ ഒരു നമുക്ക് ഗവൺമെൻറ് ജോബിനോടുള്ള പ്രിഫറൻസ് കൂടുന്നത് തന്നെയാണ് ഈ കോമ്പറ്റീഷൻ കൂടുന്നതിനോടൊപ്പം നമുക്ക് കട്ട് ഓഫ് കൂടാനുള്ള കാരണം. അപ്പോൾ 2018 നോക്കാം. ജനറലിൻ്റെ 606.34, OBCൻ്റെ 591.92. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് നോർമലൈസ്ഡ് സ്കോറാണ്, അല്ലാതെ റോ മാർക്കല്ല. 2017 വരെ റോ മാർക്കാണ്. നോർമലൈസ്ഡ് സ്കോർ ആകുമ്പോൾ അതായത് 200-ൽ ടയർ 1-ൽ 200-ൻ്റെ ആ ഒരു എക്സാമിൽ 214 നോർമലൈസ് സ്കോർ കിട്ടിയ കാൻഡിഡേറ്റ് അടക്കമുണ്ട്. അപ്പോൾ നോർമലൈസ് സ്കോർ ആകുമ്പോൾ ഒബ്വിയസ്ലി എല്ലാവരും കുറച്ച് കൂടും. അപ്പോൾ കട്ട് ഓഫ് അത്രയ്ക്ക് അങ്ങനെ മാറിയിട്ടില്ല, എന്നാലും ഒരു എന്താ പറയുക ഇൻക്രീസ് ഉണ്ട്. പിന്നെ വേക്കൻസി 2019 208, 18 118, 2017 261. അപ്പോൾ നമുക്ക് വേക്കൻസിയിൽ പറയാനുള്ളത് ഒരുപാട് കുറവ് വേക്കൻസിയില്ല. കാരണം SSC CGL എന്താ പറയുക SI, CBI SI, പിന്നെ ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ പോസ്റ്റ് അസിസ്റ്റൻറ്റ്, അതിലൊക്കെ ഒരു 50 വേക്കൻസി ഉണ്ടാവുള്ളൂ. പക്ഷേ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിൽ ഏകദേശം ഒരു 3 ഡിജിറ്റ് വേക്കൻസി ഉണ്ടല്ലോ, 300, 500 അതിൻ്റെ അടുത്തൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊരു ആവറേജ് വേക്കൻസി എന്ന് പറയാം. പിന്നെ നല്ല വേക്കൻസി ഉള്ള GST ഇൻസ്പെക്ടർ അതൊക്കെ ഉണ്ട്. അതൊക്കെ 1000, 2000 വേക്കൻസി ഉണ്ടാവും. അപ്പോൾ ഒരു ആവറേജ് വേക്കൻസിയാണ്. നന്നായി പ്രിപ്പയർ ചെയ്താൽ തീർച്ചയായിട്ടും ഈ ഒരു നല്ല പോസ്റ്റിലോട്ട് എത്താം. അപ്പോൾ വേക്കൻസിയൊക്കെ വന്നു, കട്ട് ഓഫൊക്കെ വന്നു, അതിന് ശേഷം എന്താണ് ഫൈനൽ ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ ഭയങ്കര ആകാംക്ഷയോടെ നോക്കും. ആ ലിസ്റ്റ് നമ്മൾ പേരുണ്ടോ, ഇങ്ങനെ ലിസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പേര് ഞാൻ ഹൈഡ് ചെയ്തിരിക്കുകയാണ്, റോൾ നമ്പറും നമ്മുടെ പേരിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് എന്താണ് ഈ ഒരു പോസ്റ്റ് P22 ഇത് കണ്ടാൽ നമുക്ക് ഉറപ്പിക്കുക എന്താണ് നമ്മൾ ആരായി, നമ്മൾ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായി. ഇത് പിന്നെ ഇതിൽ പറയാനുള്ളത് അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് റാങ്കും കൂടി കാണിക്കും. 5th റാങ്ക് നമ്മുടെ ചാനലിൽ ഇൻ്റർവ്യൂ തന്ന ഒരു വ്യക്തിയുടെ റാങ്കാണിത്. കാണാത്തവരത് കാണാം. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ സെലക്ട് ആയിട്ട് ഓൾ ഇന്ത്യ 5th റാങ്ക് കിട്ടിയ ഒരാളുടെ വീഡിയോ ഉണ്ട്, അതും കൂടി കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്ട്രാറ്റജീസൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇത് വന്നു വെച്ചാൽ, അതായത് ഫൈനൽ ലിസ്റ്റിൽ നമ്മുടെ ഇങ്ങനെ റോൾ നമ്പറും പേരുമായിട്ട് വന്നു വെച്ചാൽ എന്താണ് നമ്മൾ ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായെന്ന് ഉറപ്പിക്കുക. വെൽ ഡൺ, നിങ്ങളൊരു ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിൻ്റെ ജോബ് പ്രൊഫൈലാണ്. അതായത് എന്താണ് വർക്കിംഗ്, എങ്ങനെയാണ് സാലറി, എങ്ങനെയാണ് വർക്കിംഗ് അവേഴ്സ്, എന്താ വർക്കിംഗ് നാച്ചർ. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് എന്താണ്, ജസ്റ്റ് ഒരു എക്സാം പ്രോസസ്സാണ്. അപ്പോൾ ഇനിയാണ് ശരിക്കും നമ്മൾ ആ ഒരു ഫീൽ അറിയാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യല്ലേ. പിന്നെ നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞ് വെച്ചാൽ അടുത്ത പ്രോസസ്സ് സോൺ പ്രിഫറൻസ് ആണ്. അപ്പോൾ സോൺ പ്രിഫറൻസ് ചോദിക്കുമ്പോൾ ഹെഡ് ഓഫീസിൽ നിന്ന് ചോദിക്കുക. അപ്പോൾ 18 സോണാണ് ടോട്ടലുള്ളത് ഓൾ ഇന്ത്യയിൽ. അപ്പോൾ ഒരു സോണാണ് കൊച്ചീൻ്റെ അണ്ടറിൽ വരുന്നതാണ് ടോട്ടൽ കേരളയും പിന്നെ ലക്ഷദ്വീപും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓർഡർ കൊടുക്കും, 18 ഓർഡറിൽ കൊടുക്കുക. അപ്പോൾ ടോപ്പ് റാങ്ക് കിട്ടിയവർക്ക് എന്താണ് ഒരു ഫസ്റ്റ് പ്രിഫറൻസ് തന്നെ കിട്ടും. റാങ്ക് കുറഞ്ഞവർക്ക് ഏതാണോ ലാസ്റ്റ് ബാക്കിയുള്ള വേക്കൻസി അത് എടുക്കേണ്ടി വരും. കൂടുതലും ചെന്നൈയൊക്കെ വരിക, അതുകൊണ്ട് നമുക്കത്ര ഇഷ്യൂസ് ഇല്ല. കാരണം ചെന്നൈ
സോണിൽ തമിഴ്നാട് മൊത്തം കിടക്കുന്നുണ്ട്. അപ്പോൾ കേരളക്കാർക്ക് അടുത്ത് തന്നെയാണ് ഈ ചെന്നൈ സോണൊക്കെ. ഇനി അടുത്ത എന്താണ് ജോയിനിങ് പ്രോസസ്സ്. അപ്പോൾ സോണ് നമുക്ക് അലോട്ട് ചെയ്തു. അപ്പോൾ സോണിൽ നിന്ന്, അതായത് നമ്മൾക്ക് കൊച്ചി സോൺ കിട്ടിയാൽ കൊച്ചി സോണിൽ നമുക്ക് ലെറ്റർ വരും, ജോയിൻ ലെറ്റർ വരും. ലെറ്ററിനൊപ്പം തന്നെ എന്തുണ്ടാവും, മെഡിക്കൽ, ഏതൊക്കെ മെഡിക്കൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ആ സോണിൽ പോയിട്ട് നമ്മുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. കാരണം നമ്മൾ ഓഫീസ് കാണിച്ചാൽ തന്നെയാണ് നമുക്ക് ഇവിടെ കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ഫോർമാലിറ്റീസൊക്കെ ഉണ്ടാവും. മെഡിക്കൽ പറഞ്ഞാൽ വെച്ചാൽ നോർമൽ മെഡിക്കലാണ്. ഇൻസ്പെക്ടർ എന്ന് കേൾക്കുമ്പോൾ അത്ര വലിയ മെഡിക്കലൊന്നുമില്ല. നോർമൽ ഗവൺമെൻറ് ജോലി കയറുമ്പോഴേ മെഡിക്കൽ തന്നെയാണ് ഇതിനുണ്ടാവുള്ളൂ. പിന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല കേട്ടോ. ഇത് ഫിസിക്കൽ ടെസ്റ്റ് ഒന്നുമില്ല. നോർമൽ നമ്മുടെ ടയർ 3 വരെയുള്ള സ്കോർ മാത്രം മതി ഈ ഒരു പോസ്റ്റോടെ എത്താൻ. ഇനി നമുക്ക് ഇൻകം ടാക്സിൻ്റെ ജോബ് പ്രൊഫൈൽ നോക്കി. ഇനിയാണ് ശരിക്കും ഞങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടത്. ഓക്കെ, 4600 ഗ്രേഡ് പേ ഉള്ള ജോലിയാണ്. നോൺ യൂണിഫോം പോസ്റ്റാണ്. യൂണിഫോമിന് പോസ്റ്റില്ല. പിന്നെ ഫീൽഡും ഡെസ്ക് ജോബും ഉണ്ട്. ഫീൽഡ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ റെയ്ഡ്, സെർച്ച്, അതൊക്കെയാണ്. ഡെസ്ക് ജോബ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് കാര്യങ്ങൾ, പിന്നെ ടാക്സ് റിട്ടേണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക, അങ്ങനെയാണ്. പേ ലെവൽ 7. ഫസ്റ്റ് പേ ലെവലിൽ വരുന്ന നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് അല്ല വെച്ചാൽ MTS അങ്ങനത്തെ പോസ്റ്റുകളാണ്. അപ്പോൾ ഇത് ലെവൽ 7 ആണ്. 7th പേ കമ്മീഷൻ അനുസരിച്ച് എന്താണ്, ഇതിൻ്റെ ബേസിക് 44,900. പേ സ്കെയിലാണ് 44,900 മുതൽ 1,42,400 വരെ. ഓക്കെ, പിന്നെ ഇത് മിനിസ്ട്രി ഓഫ് ഫൈനാൻസിലുള്ളതാണ്, അണ്ടറിൽ വരുന്നതാണ്. അതിൻ്റെ അണ്ടറിൽ CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലോഗോ. ഓക്കെ, പിന്നെ നമുക്ക് സെലക്ട് ആയി കഴിഞ്ഞ് 1-2 മാസത്തിൽ നമുക്ക് ട്രെയിനിങ് ഉണ്ടാവും. ട്രെയിനിങ് നടക്കുന്നത് എവിടെയാണ്, ഡയറക്റ്റ് ടാക്സസ് റീജിയണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് റെസ്പെക്റ്റീവ് റീജിയനിലുണ്ട്. അതായത് ഇപ്പോൾ ഓൾ ഇന്ത്യയിൽ 8 റീജിയൻസ് ഉണ്ട്. അതിൽ കേരളത്തിലേക്കും തമിഴ്നാട്ടിലോട്ട് സെലക്റ്റായ കാൻഡിഡേറ്റ്സിന് ചെന്നൈ DTRTI ചെന്നൈ വെച്ചിട്ടായിരിക്കും ട്രെയിനിങ് ഉണ്ടാവുക. ട്രെയിനിങ് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ട്രെയിനിങ് തന്നെ ആയിരിക്കും. നമ്മൾക്കൊരു കോളേജ് ലൈഫൊക്കെ തിരിച്ചു കിട്ടിയൊരു ഫീൽ ഉണ്ടാവും. നമ്മൾ എന്താ പറയുക, അതിൻ്റെ ക്ലാസ്സും പിന്നെ എന്താ പറയുക, കുറച്ചൊന്ന് ഇതിൽ പറയുന്നത് വേറെ നല്ല അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സൊക്കെ പറയുന്നുണ്ട്, ടാക്സേഷൻ സിസ്റ്റം പറയുന്നുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ, പിന്നെ ഒരു മോക്ക് റെയ്ഡ് എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ടാക്സ് ഡിഫോൾട്ടേഴ്സ് ഉണ്ടാവും, ഇൻകം ഇൻസ്പെക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങളതിനെ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഭയങ്കര ഒരു രസകരമായ എക്സ്പീരിയൻസ് ആയിരിക്കും ട്രെയിനിങ്ങിൻ്റെ. പിന്നെ അതിനുശേഷം എന്താണ്, കൺഫർമേഷൻ എക്സാം ഉണ്ട്. അപ്പോൾ അത് 4 ഒബ്ജക്റ്റീവ് പേപ്പറാണ്. അത് കൺഫേം ആയിക്കഴിഞ്ഞാൽ വെച്ചാൽ എന്താണ്, വളരെ ഈസിയാണ്. അത് നോർമൽ എക്സാം തന്നെ ആയിരിക്കും. നിങ്ങൾ കൺഫേം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഓക്കെ, വളരെ സിമ്പിളായ എക്സാം തന്നെയാണ്. അപ്പോൾ ഇതാണ് ട്രെയിനിങ്ങിനെ കുറിച്ച്. ഈ നാച്ചർ ഓഫ് ജോബ്, ഇതാണ് വളരെ ഇൻട്രസ്റ്റിങ്ങും ഇൻകം ടാക്സിൻ്റെ കോറായിട്ടുള്ള കാര്യം. നോക്കല്ലേ, ഫസ്റ്റ് ടൈപ്പ് അസസ്മെൻ്റ് ആണ്. അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഡെസ്ക് ജോബാണ്. അത് ഓഫീസ് വർക്ക് തന്നെ ആയിരിക്കും, നോർമൽ ഓഫീസ് ഹവേഴ്സ് തന്നെ ആയിരിക്കും. നമ്മൾ എന്താ പറയുക, ആ ഇൻകം ടാക്സ് ഇമ്പോസ് ചെയ്യുക, നമ്മുടെ ഇൻഡിവിജ്വൽ ഫേമിൽ അല്ലാച്ച കമ്പനിയിലൊക്കെ ഇമ്പോസ് ചെയ്ത് ടാക്സൊക്കെ കറക്റ്റാണോ നോക്കുക. വർക്ക് ഓൺ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് TDSൽ വർക്ക് ചെയ്യുക. പിന്നെ എന്താണ്, റീഫണ്ട് ക്ലെയിം കാര്യങ്ങളൊക്കെ നോക്കുക. മെയിൻലി ഇത് ഡെസ്ക് ജോബ് തന്നെയാണ്, ഫീൽഡല്ല. അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഡെസ്ക് ജോബാണ്. ഇനി അടുത്തത് എന്താണ്, നോൺ അസസ്മെൻറ്റ് സെഷൻ. ഇതാണ് ശരിക്കും പറഞ്ഞു വെച്ചാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ വിങ് അല്ല വെച്ചാൽ ഒരു ഫീൽഡ് ജോബ് എന്ന് പറയുന്നത്. അതായത് റെയ്ഡ് എന്ന് പറയുമ്പോൾ സെർച്ച് എന്ന് പറയും ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഡിഫോൾട്ടേഴ്സ് ഉണ്ട് വെച്ചാൽ നമുക്ക് പോയിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് റിസ്കി ആയിരിക്കും, അഡ്വഞ്ചറസ് ആയിരിക്കും. കാരണം വെച്ചാൽ ഇത് റിസ്കി എന്ന് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ബിസിനസ് ടൈക്കൂൺസ് അല്ല വെച്ചാൽ പൊളിറ്റീഷ്യൻസ്, സെലിബ്രിറ്റീസൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. നേരെ മറിച്ച് നമുക്ക് ഒരു അഡ്വഞ്ചറസ് ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്ക് നേച്ചർ. ഇനി ലേറ്റസ്റ്റായിട്ട് വന്നൊരു കാര്യം പറയാം, ഫേസ്ലെസ് അസസ്മെൻറ്റ്. ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക്
ടാക്സ് പേയേഴ്സും ഒഫീഷ്യൽസും തമ്മിലുള്ളൊരു മറയാണ്. അതായത് ഡയറക്റ്റ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യില്ല, പകരം ഇതിൻ്റെ ടാക്സ് പേയേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന NAC ഹെഡ് ക്വാർട്ടർ ഡൽഹി, അവിടെ നിന്നാണ് എല്ലാ കാര്യം കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഈ ടാക്സ് പേയേഴ്സ് അവർക്ക് ഡീറ്റെയിൽ അയച്ചു കൊടുത്തിട്ട് അവർ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഓഫീസിലോട്ട് കാര്യങ്ങൾ അയച്ചു കൊടുക്കും. അതായത് നമ്മൾ ഇവിടുത്തെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ചെക്ക് ചെയ്യുന്നത് UPയിലോ ബീഹാറിലോ അവിടുത്തെ ടാക്സ് പേയേഴ്സിൻ്റെ കാര്യങ്ങളായിരിക്കും. അവിടുത്തെ ആൾക്കാർ വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഇവിടുത്തെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റമാണത്. ഇതിൽ നമുക്ക് പറയാമെന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിൽ DG ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിൽ പവർ കൂടിയിട്ടുണ്ട്. കാരണം അവർക്ക് മുമ്പുണ്ടായിരുന്ന എന്താണോ പവർ, അതിനെക്കാട്ടിലും പവർ ഈ ഒരു വിങ്ങിൽ മാത്രം, എല്ലാ വിങ്ങും പറയുന്നില്ല, ഈ ഒരു വിങ്ങിൽ മാത്രം കൂടിയിട്ടുണ്ട്, സെർച്ചും റെയ്ഡും കാര്യങ്ങളൊക്കെ. ഇനി നമുക്കറിയേണ്ട സാലറിയാണ്. ഇതാണ് വർക്ക് നേച്ചർ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട് സാലറി എന്താ കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ കയ്യിലോട്ട് കിടക്കാം. ഇതാണ് സാലറി സ്ലിപ്പ്. ഫസ്റ്റ്, അതായത് തുടക്കത്തിൽ കയറിയ ഒരു ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിൻ്റെ സാലറി സ്ലിപ്പാണിത്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് എന്താണ് ബേസിക് പേ ഉണ്ട്, DA ഉണ്ട്, ഡിയറൻസ് അലവൻസ് ഉണ്ട്, HRA ഉണ്ട്, ഹൗസ് റെൻ്റ് അലവൻസ് ആണ്, ട്രാൻസ്പോർട്ട് അലവൻസ്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതൊക്കെയാണ് ഗവൺമെൻറ് റിക്കവർ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ നിന്ന്. അതിൽ പ്രൊഫഷണൽ ടാക്സ് ഉണ്ട്, CGEC പറഞ്ഞ എംപ്ലോയ്മെൻറ്റ് സെൻട്രൽ ഗവൺമെൻറ് ഇൻഷുറൻസ് സ്കീമാണ്, അതിൽ 30 രൂപ പിടിക്കുന്നുണ്ട്. പിന്നെ EMP ടയർ 1 ഇത് പോകുന്നത് 5253 രൂപ പോകുന്നത് വേറെ എങ്ങോട്ടല്ല, നാഷണൽ പെൻഷൻ സ്കീമിലോട്ടാണ്. പിന്നെ CGHS സെൻട്രൽ ഗവൺമെൻറ് ഹെൽത്ത് സ്കീമാണ്, അവിടെ 650 രൂപ പിടിക്കുന്നത്. അപ്പോൾ 67,521 രൂപ നമുക്ക് കിട്ടുമ്പോൾ ഗവൺമെൻറ് റിക്കവറീസ് എത്രയാണ്? 6,133. അത് റിക്കവർ ചെയ്തിട്ട് ബാക്കി ഇൻ ഹാൻഡ് എത്രയുണ്ടാവും? 61,328. പക്ഷേ ഇതല്ല ശരിക്കും സാലറി. ശരിക്കും നമുക്ക് എത്രയാണ് നമ്മുടെ ഒരു മാസം സേവിങ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിലാണ്. ഡിയറൻസ് അലവൻസ് എന്ന് പറയുമ്പോൾ 17%, അതായത് ബേസിക്കിൻ്റെ 17%, 44,900 17% DA വരുന്നത്. ഹൗസ് റെൻ്റ് അലവൻസ് എന്ന് പറയുന്നത് 3 ടൈപ്പാണ്. ഇതിൽ തന്നിരിക്കുന്ന ഹൗസ് റെൻ്റ് അലവൻസ് എന്താണ്? HCTൻ്റെയാണ്, അതായത് DAൻ്റെ DA അല്ല, ബേസിക് പേൻ്റെ 24% ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ HCT ഇല്ല, വൈയും സെറ്റ് സിറ്റിയുള്ള. വൈ സിറ്റി എന്ന് പറയുമ്പോൾ എറണാകുളം, ട്രിവാൻഡ്രം, കോഴിക്കോട് അങ്ങനെ വരും. ബാക്കിയുള്ളതെല്ലാം സെറ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് 16.8% ബേസിക്കാണ്, അല്ല ശതമാനം ബേസിക്കിൻ്റെ ഇത്രയുള്ളത്. അപ്പോൾ ഇതിനേക്കാളും കുറച്ച് കുറയും, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ പറയുന്നത് ഈ EMP ടയർ 1 ഇത് നമ്മൾ പോകുന്നത് ഇങ്ങോട്ടാണ്, നാഷണൽ പെൻഷൻ സ്കീമിലോട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. നമ്മൾ സേവിങ് ചെയ്യണം അവിടെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതെങ്ങനെ വന്ന 5,253 ഇത് എന്ന് പറയുന്നത് ഓഫീസ് പേ, അതായത് ബേസിക് പേൻ്റെയും DAൻ്റെയും 10%ആണ്, 5,253. അപ്പോൾ അതേപോലെ തന്നെ എന്താണ് ബേസിക് പേൻ്റെയും DAൻ്റെയും 14% നമുക്ക് ഗവൺമെൻറ് നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഒരു മാസം. അപ്പോൾ മൊത്തം എത്രയായി? 12,607 രൂപ ഒരു മാസം നമ്മൾ നാഷണൽ പെൻഷൻ സ്കീമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് റിട്ടയർ ആകുമ്പോൾ ഇതും ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളെല്ലാം കൂടിയിട്ട് കിട്ടും. അപ്പോൾ ശരിക്കും നമ്മുടെ പേ എത്രയാണ്? ഇൻ ഹാൻഡ് ഇത്രയും നമ്മൾ പെൻഷൻ സ്കീമിലോട്ട് കൊടുക്കുന്ന ഇത്രയും. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ ഒരു ഇൻകം എന്ന് വേണിച്ചാൽ പറയാം. അപ്പോൾ സാലറി കിട്ടിയാൽ നമുക്ക് ബാക്കിയുള്ള അലവൻസ് ഉണ്ടെന്ന് നോക്കണ്ടേ? നോക്കല്ലേ, അതർ അലവൻസ് ഇതാ 30 ലിറ്റർ പെട്രോൾ പെർ മന്ത്. ഇപ്പോൾ പെട്രോളിൻ്റെ പൈസ 100 പക്ഷേ എന്താണ് ഇവർക്ക് 30 ലിറ്റർ അലവൻസ് ആണ്. അപ്പോൾ 200 30 ലിറ്റർ എന്താണ് പെട്രോളിൻ്റെ അലവൻസ് കിട്ടും. പിന്നെ സിം കാർഡ്, BSNL സിം കാർഡാണ്, 2 GB ഡാറ്റ, അൺലിമിറ്റഡ് കോൾ. ഓക്കെ, ടു BSNL വേറെ സിമ്മിലോട്ട് 400 മിനിറ്റാണ് കിട്ടുക. പിന്നെ ലീവ് ട്രാവൽ കൺസെഷൻ അലവൻസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് വേറെയുള്ള അലവൻസ്. പിന്നെ നമുക്ക് നോക്കേണ്ട വർക്കിംഗ് അവേഴ്സ് ആൻഡ് ലീവാണ്. അപ്പോൾ അതിൽ നമുക്ക് പറയാനുള്ളത്
ഇത് 5 ഡേ വർക്കിംഗ് 5 ഡേ വർക്കിംഗ് എന്ന് വെച്ചാൽ മൺഡേ ടു ഫ്രൈഡേ ആണ് നോർമലായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ. നോർമലി അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം നോൺ അസസ്മെൻറ്റ് സെഷനിൽ വർക്ക് ലോഡ് കൂടും. സാറ്റർഡേ സൺഡേ ഓഫാണ്. ഓക്കെ, അപ്പോൾ യൂഷ്വൽ വർക്കിംഗ് ഹവേഴ്സ് 9:30 to 6:30 ആണ്. പിന്നെ നമ്മൾ റെയ്ഡും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തീർച്ചയായും സാറ്റർഡേ സൺഡേ പോകേണ്ടി വരും. ചിലപ്പോൾ ഒരു ദിവസം പോയാൽ ചിലപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അങ്ങനത്തെ കുറച്ച് ഇതുണ്ട്. പക്ഷേ അത് നമുക്കൊരു എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ. പിന്നെ മോർ വർക്ക് ലോഡ് ഇൻ ഡിസംബർ ആൻഡ് മാർച്ച്, അതായത് ഇയർ എൻഡിൻ്റെ സമയത്തും ഇതിൻ്റെ ടാക്സ് റിട്ടേൺ ചെയ്യുന്ന സമയത്തും വർക്ക് കുറച്ച് കൂടും. ആ സമയത്ത് കുറച്ച് വർക്ക് ചെയ്യും. എന്നാലും നിങ്ങൾ വേറെ പല ഡിപ്പാർട്ട്മെൻറ്റ്സും കമ്പയർ ചെയ്യുമ്പോൾ കേരള PSൻ്റെയും ഒക്കെ ബാങ്ക് കമ്പയർ ചെയ്യുമ്പോൾ 5 ഡേ വർക്കിംഗ് ജോബ് പറഞ്ഞു വെച്ചാൽ ശരിക്കും പറഞ്ഞു വെച്ചാൽ നല്ല രീതിയിൽ ടൈം നമുക്ക് ഫാമിലിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്. ലീവിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഇയറിലുണ്ട് 30 ദിവസം പെർ ഇയർ, കാഷ്വൽ ലീവ് 8 ഉണ്ട്, ഹാഫ് ഡേ ലീവ് 10 ഉണ്ട്. അതായത് 20 ഹാഫ് ഡേ ലീവ് നമ്മൾ ഫുൾ ഡേ ആക്കുമ്പോൾ 10 ആക്കി എടുക്കുകയാണ്. ഇതാണ് ശരിക്കുള്ള നമ്മുടെ ലീവ്. പിന്നെ ഇതിൻ്റെ ഒപ്പം വേണമെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഗസ്റ്റഡ് ഹോളിഡേയ്സ്, അതായത് കലണ്ടറിൽ ചുമപ്പ് കാണുമ്പോൾ ഒരു 14 ഹോളിഡേയ്സ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ട്രെയിനിങ് നമുക്ക് അനുവദിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് എടുക്കാം 14. ഓക്കെ, പിന്നെ സാറ്റർഡേ സൺഡേ ഓഫ് അത് നമ്മൾ കൺസിഡർ ചെയ്യണം. എപ്പോൾ നമ്മൾ ഡെസ്ക് ജോബാണ് ചെയ്യണമെന്ന് വെച്ചാൽ അതും കൂടി കൂട്ടുമ്പോൾ 116 ഡേയ്സ് നമുക്ക് ഇയർലി ഒരു ഹോളിഡേ ആയിട്ട് കണക്കാക്കാം. കണ്ടീഷൻ ഉണ്ട് നമ്മൾ നോൺ അസസ്മെൻറ്റ് സെക്ഷനിലല്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ഒരു നല്ലൊരു കാര്യമാണ് തോന്നുന്നു. പിന്നെ സ്റ്റഡി ലീവ് എന്ന് പറയുകയാണെന്ന് വെച്ചാൽ 2 വർഷം നമുക്ക് സ്റ്റഡി ലീവ് എടുക്കുക. ഇത് ഒരു സ്പെഷ്യൽ കണ്ടീഷനാണ്. കാരണം വെച്ചാൽ നമ്മൾ സീനിയറിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അപ്രൂവൽ വേണം, എന്നാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ സ്റ്റഡി ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റിന് ഉപകാരപ്രദമായ കാര്യങ്ങളിലായിരിക്കണം സ്റ്റഡി ചെയ്യുന്നത്. അങ്ങനത്തെ വല്ല കോഴ്സൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് 2 വർഷം വിത്ത് പേയ്മെൻറ്റ് വിത്ത് നമ്മുടെ സാലറി നമുക്ക് സ്റ്റഡി ലീവ് കിട്ടും. പിന്നെ ട്രാൻസ്ഫർ പോളിസി 2 ട്രാൻസ്ഫറുകൾ. ഒന്ന് നമ്മൾ സോൺ, അതായത് നമ്മുടെ കേരള നമ്മുടെ സോണ് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെ ട്രാൻസ്ഫർ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിൽ നോക്കാനുള്ളത് ഒരു 3 to 4 ഇയേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക. അതായത് അസസ്മെൻറ്റ് സെക്ഷൻ നോൺ അസസ്മെൻറ്റ് സെക്ഷനോട് ട്രാൻസ്ഫർ ആവുക. ഓക്കെ, പിന്നെ ഒരു 3 ചോയ്സ് നമുക്ക് തരും. അപ്പോൾ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ ഫസ്റ്റ് ചോയ്സ് തന്നെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ. പിന്നെ നമുക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ 2 ആഴ്ച സമയം തരും റീലൊക്കേറ്റ് ചെയ്യാൻ, ലീവ് വരും. അത് നമുക്ക് വേണിച്ചാൽ എടുക്കുക, അല്ലാച്ചാൽ എന്ത് ചെയ്യുക, ആ ലീവ് നമുക്ക് പിന്നീട് വേറെ നമ്മുടെ ലീവ്സിലോട്ട് ആഡ് ചെയ്യാം. എംപ്ലോയി ഫ്രണ്ട്ലി ട്രാൻസ്ഫറാണ്. അതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ കാര്യങ്ങൾ കേട്ട് അതിനനുസരിച്ചുള്ള ട്രാൻസ്ഫർ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പിന്നെ അടുത്താണ് ഇൻ്റർ ചാർട്ട് ട്രാൻസ്ഫർ. ഇത് കുറച്ചൊരു എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഒരു പുതിയ പോളിസി അനുസരിച്ചിട്ട് നമുക്കെന്താണ് 2 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും. 2 പ്രൊമോഷൻ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഇൻകം ടാക്സ് ഇൻസ്പെക്ടറെ കയറിയിട്ട് നമുക്ക് അസിസ്റ്റൻറ്റ് കമ്മീഷൻ ആവുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ട്രാൻസ്ഫറിന് നോർമൽ കേസസ് ഉദ്ദേശിച്ച് എക്സെപ്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ എക്സെപ്ഷനിൽ നമ്മൾ വരുമ്പോൾ എന്താ നമുക്ക് സീനിയോറിറ്റി ലൂസ് ചെയ്യേണ്ടി വരും. നമ്മളൊരു 3 വർഷം വർക്ക് ചെയ്തിട്ട്, അതായത് ചെന്നൈ സോണിൽ വർക്ക് ചെയ്തിട്ട് കേരളത്തിലോട്ട് വരുമ്പോൾ നമുക്ക് സീനിയോറിറ്റി ലൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 3 വർഷം ചെന്നൈയിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ വേറെ സോണിൽ വർക്ക് ചെയ്യുക, എന്നിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നോർമൽ കേസസിൽ കിട്ടാറുണ്ട്. ഇപ്പോൾ അത് ബാൻ ചെയ്തിരിക്കണം. കാരണം വേറെ ഒന്നുമല്ല, ഇതിപ്പോൾ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ഞാൻ ഹിന്ദിക്കാരായതുകൊണ്ട് അവരിങ്ങോട്ട് വരും, 3 വർഷം വർക്ക് ചെയ്യും, ട്രാൻസ്ഫർ പിടിക്കും, പോകും. അപ്പോൾ എന്താണ് സൗത്തിലുള്ള ഓഫീസുകളിൽ ടാക്സിൻ്റെ ഒരു കളക്ഷൻ നേരെ നടക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. ഭാവിയിൽ ചേഞ്ചസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ ഇപ്പോഴുള്ള കണ്ടീഷനിൽ 3 വർഷത്തേക്ക് നമുക്ക് ലോൺ ബേസിസിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സോണിലോട്ട് പോവാം. ക്യാൻ ബി എക്സ്റ്റെൻഡ് അപ് ടു 2 ഇയേഴ്സ്, 2 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ പ്രൊമോഷൻ നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ കയറുമ്പോൾ 6 to 8 ഇയേഴ്സ് എടുക്കും. ഗസ്റ്റഡ് പോസ്റ്റാണ്. സൈനിങ് അതോറിറ്റി ഉണ്ട്. ഭയങ്കര പവർഫുൾ ആവുന്നത് ഈ ഒരു പോസ്റ്റിലോട്ട് എത്തുമ്പോഴാണ്. പിന്നെ ഇവിടുന്ന് നമ്മൾ 8-10 വർഷം ആകുമ്പോൾ, അതായത് 15-20 വർഷം ആകുമ്പോഴേക്കും നമ്മളെന്താവും ഇൻകം ടാക്സ് ഇൻസ്പെക്ടറിന് അസിസ്റ്റൻറ്റ് കമ്മീഷനോട്ട് എത്തും. അതാണ് UPSC വഴി IRS കേഡറിലോട്ട് കയറുന്നത്, UPSC കാൻഡിഡേറ്റ്. അപ്പോൾ ഒരു 10-15-20 വർഷത്തിന് നമ്മൾ IRS കേഡറിലോട്ട് എത്തും. അതിനുശേഷം 4-5 വർഷത്തിന് ഡെപ്യൂട്ടി കമ്മീഷണർ, 4-5 വർഷം ജോയിൻറ്റ് കമ്മീഷണർ, അഡീഷണൽ കമ്മീഷണർ. അപ്പോൾ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ കരിയറിൽ
മാക്സിമം അഡീഷണൽ കമ്മീഷണറും ഒരു മിനിമം ഒരു ജോയിൻറ്റ് കമ്മീഷണറായിട്ടെങ്കിൽ റിട്ടയർ ആവാറുണ്ട്. നല്ലൊരു പ്രൊമോഷൻ ആസ്പെക്റ്റാണ്. ഓക്കെ, ഏറ്റവും നല്ല പ്രൊമോഷൻ ആസ്പെക്റ്റുള്ള പോസ്റ്റാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ. ഇനി നമുക്ക് പ്രോസ് ആൻഡ് കോൺസ് നോക്കാം. പ്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ സ്റ്റാറ്റസ്. എന്താ പറയുക, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയുക, ബിസിനസ് ടൈക്കോൺസിൻ്റെ ഇടയിൽ, പൊളിറ്റീഷ്യൻസിൻ്റെ ഇടയിൽ, സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ എല്ലാവരും ഒന്ന് പേടിക്കുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുമ്പോൾ സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാവും. നല്ല സാലറി തന്നെയാണ്, പറഞ്ഞ പോലെ പവർഫുൾ ജോബ് തന്നെയാണ്. ജോബ് സെക്യൂരിറ്റി, ഗവൺമെൻറ് ജോലി ആയതുകൊണ്ട് ജോബ് സെക്യൂരിറ്റി ഉണ്ട്. കോറ്റഡ് പോസ്റ്റ് ഇൻ CGL. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ 2018 CGLൻ്റെ ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ ടോപ്പ് 100 റാങ്ക് കിട്ടിയാൽ ഓൾമോസ്റ്റ് 40-50 പേര് പ്രിഫർ ചെയ്ത പോസ്റ്റാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ. ബെറ്റർ പ്രൊമോഷൻ ആസ്പെക്റ്റ് ഈ CGL പോസ്റ്റുകളിലെ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ തരുന്ന 1-2 പോസ്റ്റിലെ ഏറ്റവും ബെസ്റ്റ് പോസ്റ്റാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ. ഓഫീസ് ഇൻ ഓൾ ഡിസ്ട്രിക്ട്. അതായത് നമുക്കിപ്പോൾ ചില ഓഫീസ് ട്രിവാൻഡ്രത്തൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് റീലൊക്കേറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ഫാമിലി ഇപ്പോൾ എന്താ പറയുക, പാലക്കാടാണെന്ന് വെച്ചാൽ, കോഴിക്കോടാണെന്ന് വെച്ചാൽ, ട്രിവാൻഡ്രത്ത് മാത്രം ഓഫീസുകൾ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഓഫീസുകളിലുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സോൺ കിട്ടി വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ട് വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിന് അടുത്തോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. 5 ഡേ വർക്കിംഗ് ആണ്. ഓഫീസ് ഇൻഫ്രാസ്ട്രക്ചർ നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ് ആസ് കമ്പയർഡ് ടു GST അല്ലാതെ വേറെ പല ഡിപ്പാർട്ട്മെൻറ്റും കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. പിന്നെ ഇനഫ് ടൈം ഫോർ UPSC KS. ഇപ്പോൾ KS വന്നു, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വന്നു, PSC ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലോട്ടൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ അസസ്മെൻറ്റ് സെക്ഷനാണെന്ന് വെച്ചാൽ നമുക്ക് ഇനഫ് ടൈം കിട്ടും. പിന്നെ വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് നന്നായി കൊണ്ടുപോകാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് തന്നെ ഓഫീസ് ഉണ്ടാവും. പിന്നെ 5 ഡേ വർക്കിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കുറച്ച് നെഗറ്റീവ്സ് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാനുള്ളത് വളരെ കുറച്ചുള്ളൂ. ICT ബാൻ ചെയ്തു, ഇൻ്റർ ചാർട്ട് ട്രാൻസ്ഫർ ബാൻ ചെയ്തുകൊണ്ട് എന്താണ്, നമുക്ക് ട്രാൻസ്ഫർ മേടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നോർമൽ കേസസിൽ. പിന്നെ വർക്ക് ലോഡ് കുറച്ച് കൂടുതലായിരിക്കും എപ്പോൾ, ഇയർ എൻഡ് സമയത്ത്, ഡിസംബർ, മാർച്ച് ഞാൻ പറഞ്ഞതുപോലെ. പിന്നെ റെയ്ഡ് സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് സാറ്റർഡേ സൺഡേ ഓഫ് ഉണ്ടാവില്ല. കുറച്ചൊന്ന് നമ്മളൊന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് തന്നെ വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. പക്ഷെ എന്നാലും നമുക്ക് പോസിറ്റീവ് എഫക്ട്സ് ആണ് കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക ഇതിൻ്റെ പോസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്. പിന്നെ ഇതിൽ പെടാത്ത കുറച്ച് പോയിൻറ്റ്സ് ചിലർക്ക് ഡൗട്ടുള്ളത് നമുക്ക് പറയാം. കളർ ബ്ലൈൻഡ്നെസ് സ്യൂറ്റബിൾ ആണ്, അതായത് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അക്സെപ്റ്റ് ചെയ്യും. ഇൻ്റർവ്യൂ ഇല്ല, ഇൻ്റർവ്യൂ 2016 ശേഷം ഇൻ്റർവ്യൂ ഇല്ല. അതിന് പകരം റിട്ടൺ ടെസ്റ്റാണ്, ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല. ഇൻസ്പെക്ടർ കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഒരുപാട് ഓട്ടം ചാട്ടമൊക്കെ ഉണ്ട്, അതൊന്നുമില്ല. നോർമൽ ടെസ്റ്റ് അല്ല, ഫിസിക്കലി ഇല്ല, നോർമൽ മെഡിക്കൽ ടെസ്റ്റേ ഉള്ളൂ. സ്പെക്ടാക്കിൾസ് അലൗഡാണ്, സ്പെക്സ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഫിസിക്കൽ പാരാമീറ്റേഴ്സ് നോട്ട് നീഡഡ്. അതായത് നമ്മുടെ കേരള PSCയിൽ സബ് ഇൻസ്പെക്ടർ പോലുള്ള പോസ്റ്റിലോട്ടുള്ള ഫിസിക്കൽ പാരാമീറ്റേഴ്സ്, അതായത് 160 സെൻറ്റിമീറ്റർ അല്ല 170 സെൻറ്റിമീറ്റർ ആണെന്നൊക്കെ ഉണ്ടാവും, 165. അപ്പോൾ അതൊന്നും ഇതിലില്ല, നോർമൽ കണ്ടീഷനുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ചെയ്യുക. ഓക്കെ, അപ്പോൾ SSC മലയാളി എന്ന ടീമാണ് ഈ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ടീം ഓഫ് അച്ചീവേഴ്സ് ആൻഡ് ടോപ്പ് സ്കോറേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ വീഡിയോ നമ്മൾ ഓരോരോ മലയാളികളുടെയും അടുത്തോട്ട് എത്തിക്കണം. കാരണം ഈ ഒരു പോസ്റ്റിന് ഇമ്പോർട്ടൻസ് എല്ലാവരും അറിഞ്ഞിട്ട് SSCയിലോട്ട് വരണം, SSC CGLോട്ട് വരണം, പോസ്റ്റ് ട്രൈ ചെയ്യണം. എന്നിട്ട് ഇതുപോലത്തെ നല്ല നല്ല പോസ്റ്റിലോട്ടൊക്കെ എല്ലാവരും എത്തണം. അപ്പോൾ എനിക്ക് ഇത് കണ്ടവരോട് പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഫാമിലി ഗ്രൂപ്പിലോട്ടും, എവിടെയൊക്കെ ഉണ്ട് ഞങ്ങളുടെ വാട്സപ്പ്, ടെലിഗ്രാം ഫേസ്ബുക്ക്, എല്ലാവരുടെയും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, ഷെയർ ചെയ്ത് ഇൻഫർമേഷൻ കൊടുക്കുക. എന്നിട്ട് SSCയിലോട്ട് വരിക, SSC മലയാളി ടീമിലോട്ട് വന്നിട്ട് ടീമിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ SSC പഠിച്ച് നല്ല നല്ല പോസ്റ്റിലോട്ട് എത്തുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു പോസ്റ്റായിട്ട് വരാം. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് SSC CGLൻ്റെ നല്ലൊരു പോസ്റ്റിലോട്ട് തന്നെ വരാം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും എന്ത് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ഷെയറാണ് മാക്സിമം ചെയ്യേണ്ടത്. എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.